ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. 5 വില്ലകളാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്തുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി. എല്ലാവർക്കും അറിയാം, പുക്കാട്ടുപടിക്ക് അടുത്ത് മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിനോടൊക്കെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ വഴി തന്നെ നോക്കിയാൽ കാണാം. വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി കണ്ടോളൂ. വളരെ വൈഡായിട്ട് ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 കാറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം പാസ് ചെയ്ത് പോകാവുന്ന ആ ഒരു സ്പേസ് ഇട്ടിട്ടാണ് വഴി ചെയ്തിരിക്കുന്നത്. നമുക്ക് 5 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഇതിന് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 5.5 സെന്റ് സ്ഥലത്ത് 5.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് ചെയ്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീടാണ് നിങ്ങളിത് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഇവിടെ 2 വീടുകൾ ഇപ്പോൾ സെയിലിന് റെഡിയായി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള 2 വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 5.5 സെന്റിലുള്ള വീടാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാൻഡ് വേണം, ഒരു 7 സെന്റിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ വർക്കുകളെല്ലാം കഴിഞ്ഞ് റെഡിയായി കിടക്കുന്നുണ്ട്. മാർബിൾ ഹോംസിൽ നമ്മൾ അതിന്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വ്ലോഗ് നമ്പർ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 14 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 18, എയർപോർട്ടിലേക്കും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് 18 കിലോമീറ്റർ. തൊട്ടടുത്ത് നമുക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത് ആലുവ മെട്രോ സ്റ്റേഷനാണ്. 12 കിലോമീറ്റേഴ്സ് ആണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിലും ആലുവ തന്നെയാണ്, 11 കിലോമീറ്റേഴ്സ്. നമുക്ക് ഇതിന് വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സൈലന്റ് ആയിട്ടൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. മതിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിഡിലൊക്കെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ GA പൈപ്പിന്റെ ചെറിയൊരു വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയായിട്ടുള്ള ഷോലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് മുകളിലൊക്കെ നോക്കിയാൽ കാണാം, ആ ഒരു നമ്മളുടെ ഒരു മെയിൻ പില്ലറുകളിൽ വന്നിട്ട് 2 ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് റോഡിലേക്കൊക്കെ ആയിട്ടുള്ള ആ ഒരു ലൈറ്റ് ഫിറ്റിംഗ്സിനൊക്കെ ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്ത ഒരു വലിയ ലൈറ്റും അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാം, മറ്റേ സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടതാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ്. നല്ല ബോക്സി ഷേപ്പാണ്. വളരെ ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റഡ് വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത വർക്കുകളൊന്നും കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് മാത്രം സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയുടെ മുകളിലൊക്കെ ചെയ്തിരിക്കുന്ന ആ PVC പാരലിങ്ങിന്റെ വർക്കുകളും അതുപോലെ തന്നെ അവിടുത്തെ LED സ്ട്രിപ്പുകളുടെ വർക്കുകളും ഒക്കെ നമുക്ക് താഴെ നിൽക്കുമ്പോൾ തന്നെ വിസിബിൾ ആണ്. എന്തുകൊണ്ടും അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഗേറ്റ് തുറന്നിട്ട് നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ വലിയ വിശാലമായ മുറ്റത്തേക്കാണ്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ഇതിന്റെ താഴെ ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങളൊക്കെ നിങ്ങൾ നോക്കി. സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും ഒക്കെ എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ സ്ഥലത്തേക്കുള്ള ദൂരം എടുത്ത് പറയുന്നില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളും നല്ല സ്കൂളുകളും ഒക്കെ ഇതിന് വളരെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾ കണ്ടു. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് ഇവിടെയാണ്. അവിടെയായിട്ട് ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ നിൽക്കുന്ന ഈ ഒരു പോർച്ചിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ സാധാരണ പോർച്ചിനകത്ത് ഇങ്ങനെ വർക്ക് കാണാറില്ല. ഭംഗിയായിട്ടുള്ള ഒരു പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അതിനകത്ത് നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ചിന്റെ സൈഡിലായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നിങ്ങൾക്കറിയാം, ഡ്രിങ്കിങ് വാട്ടറിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ സംഭവമാണ് കിണർ. അത് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സ്പേസ് കിട്ടുന്നത്. അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ചെറിയൊരു വർക്ക് കാണാം. വാട്ടർ ഫൗണ്ടൻ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ആ വാട്ടർ ഫോളോ ചെയ്യാനുള്ള വർക്കുകൾ, അങ്ങനെ ചെറിയ പരിപാടികൾ മാത്രമാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്.
അതിന് തൊട്ടടുത്തായിട്ട് വലിയൊരു ചെടിച്ചട്ടികൾ വലിയൊരു ട്രീ നട്ടിരിക്കുന്നത് കാണാം. ആ ഭാഗത്ത് നമുക്ക് ഇനിയും ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കിയാലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് കടന്നു പോകുന്ന വഴികളെല്ലാം നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ വഴി വന്ന് എൻഡ് ചെയ്യുന്നത് വീടിന്റെ ബാക്ക് സൈഡിലെ വർക്ക് ഏരിയയുടെ ഭാഗത്താണ്. വീടിന്റെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ കിണറിന്റെ ഭാഗത്തൂടെ നമ്മൾ പോകുമ്പോഴും ഈ ഒരു സൈഡിലും നല്ല രീതിയിൽ വൈഡ് ആയിട്ട് തന്നെയാണ് സ്പേസ് ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു പാഷ്യൂ ഏരിയ ഉണ്ട്. അത് കൂടാതെ നേരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോറ് കാണാം. ഈ ഒരു വഴി വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോറിന്റെ സൈഡിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമ്മൾ അധികം ഒന്നും കളർ നല്ല ഗ്രേ ഷെയ്ഡിലുള്ള ഭംഗിയായിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഏരിയ കെട്ടി വെച്ചിട്ട് അതിനകത്ത് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. ഒറിജിനൽ പ്ലാന്റ്സ് തന്നെയാണ് ഇവിടെയെല്ലാം വെച്ചിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ചെറുതായിട്ട് LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്, കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. തേക്കിലും ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ നേരെ മുകൾ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളുടെ വർക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ 2 പീസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിലൂടെ കടന്ന് നേരെ ലിവിംഗിലേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 12 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. നമുക്ക് ആദ്യം തന്നെ വിൻഡോസ് നോക്കാം. നമ്മൾ നേരെ ഡോർ തുറന്ന് വരുന്ന സമയത്ത് ഡോറിനടുത്തായിട്ട് ഇതുപോലെ 4 വിൻഡോസും ബാക്കിയുള്ള വിൻഡോകളും 3 ഈ ഒരു ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് വുഡ് കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലുള്ള ഫ്ലോർ ടൈലുകളാണ്. വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ടൈല് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡോറ് തുറന്ന് സ്ട്രെയിറ്റ് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കാണ് കാണുന്നത്. TV വെക്കാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറിലാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ നോക്കിയാൽ ഓപ്പൺ ഷെൽഫുകളും താഴെ കവേർഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഷെൽഫുകളുമാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓപ്പൺ ബോക്സുകൾ വരുന്നിടത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇന്റർണൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് എൻഡിലുള്ള വർക്കുകൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകൾ കൂടാതെ പെർഗോള മോഡൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൂടെ സൺലൈറ്റ് നല്ല രീതിയിൽ അകത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. ബിക്കോസ് അവിടെ നമുക്ക് സ്കൈ ആണ് കാണാൻ പറ്റുന്നത്. ഗ്ലാസ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ ഫാൻ ഫിറ്റിംഗ് നമുക്ക് 2 വോൾ മൗണ്ടഡ് ഫാൻസ് 2 കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ കുറച്ച് പോർഷൻ നമുക്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതേ എൻട്രൻസ് തന്നെയാണ് ഇങ്ങോട്ടേക്കും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഡൈനിങ്ങിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. നമുക്ക് വുഡൻ പോലെ തോന്നിക്കുന്ന ആ ഒരു ടൈലാണ് ഫ്ലോറിൽ ഇവിടുത്തെ എല്ലാം തന്നെ സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് തന്നെ ഈ വുഡൻ ആയിട്ട് തന്നെ ചെയ്തിട്ട് അതിനകത്ത് നമുക്കിനി ഗ്ലാസ് ഇടാനുള്ള വർക്കുകൾ കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. കയറി പോകുന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ അവിടെയാണ് നമുക്ക് ഇൻവെർട്ടറുകളൊക്കെ വെക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ബാക്കി സ്പേസ് വീണ്ടും കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ബെഡ്റൂം ഇവിടെ താഴെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 1ാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമുള്ള വലിയ ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോയും ഇവിടെ 4 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വുഡൻ കളറിൽ ഔട്ട് ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് ഗ്രേ കളറിൽ ലാമിനേഷനോട് കൂടിയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ഈ റൂം എയർ കണ്ടീഷൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള ഗ്രേ കളർ ടൈലുകളാണ് വോളിലും ഫ്ലോറിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് അതുപോലെ തന്നെ വാഷ് ബേസിനെല്ലാം നോക്കുവാണെങ്കിൽ ജാഗ്വാറിലും ജെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഹാള് തന്നെയാണ് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 15 അടി നീളവും 12 അടി വീതിയുമാണ് കിട്ടുന്നത്. 8 or 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്.
ചുറ്റിനും LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിൻഡോസും ഡോറുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് നമുക്ക് സെപ്പറേറ്റ് കുറച്ച് വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്ക് വിൻഡോകളും മിഡിൽ പോർഷനിലായിട്ട് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഇതുപോലുള്ള ഒരു ഡോറുമാണ് കിട്ടുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു പാഷ് ഏരിയയിലേക്കാണ്. ഈ ഭാഗത്തും മുകളിലുമെല്ലാം GA പൈപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് നോക്കുവാണെങ്കിൽ വുഡൻ കളർ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായിട്ട് വേണമെങ്കിലും ഈ ഒരു ഏരിയ കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡൈനിങ് സ്പേസിൽ നമുക്കിനി വാഷ് ഏരിയ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ചെറിയൊരു കബോർഡ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഒരു ലൈറ്റ് ഫിറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റൂഫാണ് കാണാൻ പറ്റുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. നമുക്കിനി ഇവിടെ താഴെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെയായിട്ട് 2 സിംഗിൾ വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വരാനുണ്ട്. അതിനുള്ള ഫ്രെയിം ആണ് ചെയ്തിരിക്കുന്നത്. മിററിന് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാനുണ്ട്. മെയിൻ ആയിട്ട് വാർഡ്രോബുകൾ വരുന്നത് ഈ ഭാഗത്താണ്. വുഡൻ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂമിലും എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂം ടൈലുകളും ഗ്രേ കളറിൽ നല്ല ഡിസൈൻ വരുന്ന ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഒക്കെ പൊതുവെ നല്ല സൗകര്യം കൊടുത്തിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ വലിയൊരു ഓപ്പൺ എൻട്രൻസ് ആണ് നമുക്ക് കിച്ചണ് കിട്ടുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ നമുക്ക് മിഡിൽ പോർഷനിലായിട്ട് കാണുന്ന ഏരിയയിൽ 2 ഹാങ്ങിങ് ലൈറ്റുകളും അതിന്റെ മിഡിലായിട്ട് നമുക്ക് ഹാങ്ങിങ് ഫ്ലവേഴ്സ് ഒക്കെ തൂക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ക്രോക്കറി ഷെൽഫ് 3 ഡോറുകൾ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിങ്ങും ഭംഗിയുള്ള വർക്കുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്താണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കളറിൽ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ടോട്ടൽ 3 ലെയറുകളിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് 3 വിൻഡോസ് കാണാം, എല്ലാ കബോർഡുകളുടെയും മുകളിലായിട്ട്. അതുകൂടാതെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തു കൂടി നമുക്ക് 2 വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളർ ടൈലും ടോപ്പ് ഫ്ലോർ വന്നിട്ട് ആ ഒരു സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചന്റെ ആ ഒരു വലുപ്പത്തെ അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് കബോർഡുകൾ, കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയുടെ ഒക്കെ ഡോർ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടാണ് 2 സൈഡിലും ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ പോലെ തന്നെ നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് കിട്ടുന്നുണ്ട്. സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ്. ഇവിടെയും നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. നിറയെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ബോള് വലിയൊരു ഓപ്പണിംഗ് അല്ല, ആക്ച്വലി അത് ടഫറിന്റെ ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ വെളിച്ചമൊക്കെ അകത്തേക്ക് വരാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ട് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. TV വയ്ക്കാനായിട്ട് നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുകളിലും താഴെയൊക്കെ ആയിട്ട് നിറയെ കബോർഡുകളും അത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളിലാണ് ക്ലോസ് ചെയ്ത ഡോറുകളൊക്കെ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പ്, LED ബൾബുകൾ, ഫാൻ ഫിറ്റിംഗ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ വലിയൊരു ഹാള് കണ്ടത്. നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. നമ്മളിൽ ടോട്ടൽ നോക്കിയാൽ 3ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 12 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ വോളിൽ 2 സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വലിയൊരു വിൻഡോയും മിഡിൽ പോർഷനിലെ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു ചെറിയ ബാൽക്കണിയിലേക്കാണ്. വീടിന്റെ ആ ഒരു സൈഡ് പോർഷനിലേക്കാണ് ഈ ബാൽക്കണി ഓപ്പൺ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് GA പൈപ്പിന്റെ ഹാൻഡ് റെയിൽസ് വെച്ച് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂമിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബോർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലും എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല സ്പേസ് കൊടുത്തിട്ടാണ് മൂന്നാമത്തെ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ റൂഫിലൊക്കെ ആണെങ്കിൽ ചെറിയ ലൈറ്റ് ഫിറ്റിംഗുകൾ വരുന്നുണ്ട്. ഗ്രേ കളർ ടൈല് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത ഒരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു റൂമിന്റെ പർപ്പസിന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് കണക്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ ഇത് റൂമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയാനുള്ള മെയിൻ കാരണം. റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുന്നത് വരെയുള്ള റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്കുള്ള പോർഷൻസ് ആണ് കണ്ടത്. നമുക്കിനി റൈറ്റ് സൈഡ് ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെയെല്ലാം നമുക്ക് ഹാൻഡ് റെയിൽസ് വുഡൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഗ്ലാസ് ഇടാനുള്ള വർക്കാണ് പെയിന്റിംഗ് ഉള്ളത്. ഈ കാണുന്ന ഡബിൾ ഹൈറ്റഡ് പോർഷൻ വരുന്നത് നമ്മളുടെ വാഷ് ഏരിയയുടെ ഭാഗങ്ങളാണ്. സ്റ്റെപ്പ് കയറി നമുക്കിത് നേരെ റൈറ്റ് സൈഡിൽ കണ്ടു നോക്കാം. ടോട്ടൽ നമ്മൾ ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. 4ാമത്തെ ബെഡ്റൂം നമുക്ക് ഇവിടെയാണ് വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോയും ബാക്കി 4 വിൻഡോസും ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും വരുന്നുണ്ട്. 4ാമത്തെ ബെഡ്റൂമും എയർ കണ്ടീഷൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. നല്ല രീതിയിൽ സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 4ാമത്തെ ബാത്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഗ്രേ കളർ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇളകി കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെയർകേസിന്റെ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു പാസേജ് പോലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ കടന്നു പോകുന്ന വഴികളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വുഡൻ ഹാൻഡ് റെയിൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്തെല്ലാം നമുക്ക് ഇനി ഗ്ലാസ് ഫിൽ ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. ഈ ഒരു ഏരിയ കാണുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട പോർഷൻ ആണ്. മുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന വർക്കുകളൊക്കെ റൂഫിൽ നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും അതുപോലെ ബാക്കിയുള്ള വർക്കുകളൊക്കെ റൂഫിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നിറയെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. പാസേജ് വഴി നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഡോറ് കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. റൂഫിൽ നിറയെ LED സ്ട്രിപ്പുകളുടെ വർക്കുകളാണ്. നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ താഴെ നിൽക്കുമ്പോൾ തന്നെ ഈ വർക്കുകളെല്ലാം തന്നെ വിസിബിൾ ആണ്. ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല സ്പേസ് ആണ്. നമുക്ക് എന്ത് അറേഞ്ച്മെന്റ് വേണമെങ്കിലും ഇവിടെ ചെയ്യാനായിട്ട് നല്ല സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസും അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് ഒരു ഡോറും കിട്ടുന്നുണ്ട്. അത് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു ചെറിയ ബാൽക്കണി സ്പേസിലേക്കാണ്. വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി ഓപ്പൺ ചെയ്യുന്നത്. മുകളിലൊക്കെ നിറയെ ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഹാൻഡ് റെയിൽസ് SSL ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റോഡിനൊക്കെ അടുത്താണ്. 5 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 5.5 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 2500 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വുഡുകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലി, മഹാഗണി, തേക്കിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് 4 ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ടോട്ടലി 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. 4 ബെഡ്റൂമുകളും എയർ കണ്ടീഷൻ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊണ്ട് നല്ല വൈഡ് റോഡാണ് വില്ലയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും.
നിങ്ങൾക്ക് 5.5 സെന്റിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ലാൻഡ് വേണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് 7 സെന്റിൽ വലിയൊരു വീട് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. 1,10,00,000 എന്നുള്ള പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിലും ഞങ്ങളെ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.